നമസ്കാരം, ധനുസ് പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പി എസ് സി നടത്തിയ മെയിൻ എക്സാമിനേഷൻ്റെ 10th ലെവൽ മെയിൻ എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. നെയിം ഓഫ് പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തിയേറ്റർ അസിസ്റ്റൻറ്റ് മ്യൂസിയം അറ്റൻഡൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 173/24 ആകുന്നു. നമുക്കതിൻ്റെ ആൻസേഴ്സ് പ്രൊവിഷണൽ കീ അനുസരിച്ചുള്ള ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം, പെറ്റർലൂ കൂട്ടക്കൊല, റഷ്യൻ വിപ്ലവം, ലോങ് മാർച്ച്, ചൈനീസ് വിപ്ലവം, പാരീസ് ഉടമ്പടി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. പെറ്റർലൂ കൂട്ടക്കൊല, റഷ്യൻ വിപ്ലവമാണ് തെറ്റായ ജോഡി. ഓക്കെ, നെക്സ്റ്റ് വൺ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് ചങ്ങനാശ്ശേരി, കോട്ടയം, ഇരവിപേരൂർ, എറണാകുളം. ആൻസർ ഓപ്ഷൻ സി ഇരവിപേരൂർ. ഓപ്ഷൻ സി ഇരവിപേരൂർ. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഏതാണ്? ഇരവിപേരൂർ. നെക്സ്റ്റ് വൺ, 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻസ് ടി കെ മാധവൻ, ടി പ്രകാശം, കെ കേളപ്പൻ, ജി പി പിള്ള. ആൻസർ ഓപ്ഷൻ സി ആണ്, കെ കേളപ്പൻ. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരാണ്? കെ കേളപ്പൻ. നെക്സ്റ്റ് വൺ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻസ് എച്ച് എൻ കുൻസ്രു, കെ എം പണിക്കർ, വി പി മേനോൻ, ഫസൽ അലി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫസൽ അലി. ഓപ്ഷൻ ഡി ഫസൽ അലി. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കുക. ദേശീയ സമരകാലത്തെ പത്രങ്ങൾ. നേതാക്കൾ: ബംഗാളി, ദാദാഭായ് നവറോജി, വന്ദേമാതരം, അമൃത സരസാർ പത്രിക, വോയിസ് ഓഫ് ഇന്ത്യ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നോക്കാം. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വന്ദേമാതരം ലാല ലജ്പത് റായ്. വന്ദേമാതരം ലാല ലജ്പത് റായ്. ദെൻ സി അമൃത ബസാർ പത്രിക. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി അല്ലേ? അതുമാത്രം ഡി മാത്രം ഒന്ന് റിപ്പീറ്റായി വന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ പുതിയതാണ്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി, വന്ദേമാതരം ലാല ലജ്പത് റായ്, അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. നെക്സ്റ്റ് വൺ, പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കേരള രത്നം. കേരള രത്നം. നെക്സ്റ്റ് വൺ, പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം. പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് മണിപ്പൂർ, സിക്കിം, അരുണാചൽ പ്രദേശ്, മേഘാലയ. ആൻസർ മണിപ്പൂരാണ്. പാംലു മണിപ്പൂർ. പാംലു മണിപ്പൂർ. പ്രാചീന ഉപജീവന കൃഷിയാണ് പാംലു എന്നത്. മണിപ്പൂർ. പാംലു മണിപ്പൂരാണ്. നെക്സ്റ്റ് വൺ, മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാതകങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ നോക്കണം. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. കോറിയോലിസ് ബലം നിമിത്തം പ്രസ്താവന ഇതാകുന്നു: കോറിയോലിസ് ബലനിമിത്തം
ഒരെണ്ണം. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. മറ്റൊന്ന്, മധ്യരേഖ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. മധ്യരേഖ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. അടുത്തത്, കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്തത് നോക്കാം. ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വിവര സാങ്കേതിക വിദ്യയിൽ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം? ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കുവാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് അനുയോജ്യം? ശൃംഖലാ വിശകലനം, ആവൃത്തി മേഖല, ആവൃത്തി വിശകലനം, ഓവർലേ വിശകലനം. ആൻസർ ഓപ്ഷൻ ഡി, ഓവർലേ വിശകലനം. ഓപ്ഷൻ ഡി, ഓവർലേ വിശകലനം. ഒന്നുകൂടി, ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ ഏതാണ് അനുയോജ്യം? ഓവർലേ വിശകലനമാണ് അനുയോജ്യം. ഓവർലേ വിശകലനം. അടുത്തത്, രചനാദോബ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രചനാദോബ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബിയാസ് രവി നദികൾക്കിടയിൽ, രവി ചിനാബ് നദികൾക്കിടയിൽ, ചിനാബ് ജലം നദികൾക്കിടയിലും, ബിയാസ് സത്ലജ് നദികൾക്കിടയിൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്, രവി ചിനാബ് നദികൾക്കിടയിൽ. രചനാദോബ് രവി ചിനാബ് നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? പ്രയാഗ്രാജ്, അഹമ്മദാബാദ്, ആഗ്ര, സൂററ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൂററ്റ്. നെക്സ്റ്റ് വൺ, കൊങ്കൺ റെയിൽ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം. കൊങ്കൺ റെയിൽ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കർബൂഡെ. കൊങ്കൺ റെയിൽ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏതാണ്? കർബൂഡെ. നെക്സ്റ്റ് വൺ, ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി? ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി, പി സി മഹലനോബിസ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? ചില്ലറ വിൽപ്പന, ചില്ലറ വില, മൊത്തവില, ഉൽപ്പാദക വില, ഇതൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ ആണ്, ചില്ലറ വില. ഒന്നുകൂടി നോക്കാം. ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? ചില്ലറ വിലയാണ്. നെക്സ്റ്റ് വൺ, സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. ഉപഭോഗം, നിക്ഷേപം, വിതരണം, ചെലവ്. ആൻസർ ഗോസ് ടു ഓപ്ഷൻ ബി ആണ്, നിക്ഷേപം. സെൻസെക്സ് എന്നത് നിക്ഷേപത്തിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. നെക്സ്റ്റ് വൺ, ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? കോത്താരി കമ്മീഷൻ, കാർവേ കമ്മിറ്റി, രംഗരാജൻ കമ്മിറ്റി, ബ്രാഡ്ലാൻഡ് കമ്മീഷൻ. ആൻസർ ഗോസ് ടു ഓപ്ഷൻ ബി ആണ്, കാർവേ കമ്മിറ്റി. ഒന്നുകൂടി, ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? കാർവേ കമ്മിറ്റി. നെക്സ്റ്റ് വൺ, WTO സ്ഥാപിതമായ വർഷം? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. WTO സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ 1995. 1995 WTO സ്ഥാപിതമായ വർഷം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം? ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് തമിഴ്നാട്, കേരളം, മഹാരാഷ്ട്ര, ഗോവ. ആൻസർ ഗോസ് ടു ഓപ്ഷൻ ബി ആണ്, കേരളം. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. നെക്സ്റ്റ് വൺ, 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം?
2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആൻസർ ഗോസ് ടു ഓപ്ഷൻ ബി ആണ് 111. ഹങ്കർ ഇൻഡെക്സിൽ 111. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം? തുങ്കൻ കമ്മിറ്റി, കാക്ക കലേക്കർ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ എ ആണ് 1, 3, 4. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാമാണ്? തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 3, 4 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഏതൊക്കെയാണത്? തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. നെക്സ്റ്റ് വൺ, ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? ഓപ്ഷൻസ്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ട അധികാരങ്ങൾ, കൺകറന്റ് ലിസ്റ്റ്. ആൻസർ ഗോസ് ടു ഓപ്ഷൻ സി ആണ്, അവശിഷ്ട അധികാരങ്ങൾ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ജനങ്ങൾ നേരിട്ട്, പാർലമെൻറ്റ് അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ, പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി, പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെൻറ്റിലെയും നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ആകുന്നു. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം? വക്കം പുരുഷോത്തമൻ. ഓപ്ഷൻസ്: വക്കം പുരുഷോത്തമൻ, കെ മുരളീധരൻ, പി ശ്രീരാമകൃഷ്ണൻ, ശ്രീ രവീന്ദ്രനാഥ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3 ശരി. വക്കം പുരുഷോത്തമനും പി ശ്രീരാമകൃഷ്ണനുമാണ് നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? ഓപ്ഷൻസ്: പാർട്ട് 1, 2, 4, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 5, പാർട്ട് 6. ആൻസർ ഗോസ് ടു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാർട്ട് 2. പൗരത്വം പാർട്ട് 2. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവന: അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. 1 തെറ്റ്, 2, 3 ശരി. 2, 3 നമുക്ക് നോക്കാം ഒന്നുകൂടി എന്താണെന്ന്. രാജ്യസഭയാണ്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണെന്ന്. കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. നെക്സ്റ്റ് വൺ, നമ്പർ 26. ഒന്നാമത്തെ പ്രസ്താവന: കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി ആണ് സുരേഷ് ഗോപി. അദ്ദേഹം ആദ്യമായാണ് പാർലമെൻറ്റിൽ അംഗമാകുന്നത്. മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: 2 ശരി, 1 ശരി, 2 തെറ്റ്, 1 തെറ്റ്, 2 ശരി, 2 തെറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി, 1 ശരി, 2 തെറ്റ്. 1 ശരി മീൻസ് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. ഓക്കെ, നെക്സ്റ്റ് വൺ, പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. അടുത്തത്, ഗവൺമെൻറ്റിൻ്റെ ഇതര സ്ഥാപനങ്ങളിലെല്ലാം പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ, ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒൺലി 1, 3 ശരിയായ പ്രസ്താവനകൾ.
ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1 മീൻസ് പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് വൺ, സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവനകൾ: സെയിൽ ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിൻ്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ്. ഓപ്ഷൻ എ ഓൾ ഓഫ് ദി എബോവ് 1, 2 and 3 ശരിയാണ്. സംസ്ഥാന സർവീസ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? സെയിൽ ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിൻ്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. നെക്സ്റ്റ് വൺ, സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവനകൾ നോക്കാം. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഹൈക്കോടതിയാണ്. വിജിലൻസ് കമ്മീഷൻ്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. 1ഉം 3ഉമാണ്. ഒന്നാമത്തത് സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. മൂന്നാമത്തത് വിജിലൻസ് കമ്മീഷൻ്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ്. നെക്സ്റ്റ് വൺ, കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻസ്: ഇന്ത്യൻ പോലീസ് സർവീസ് ഒരു ഉദാഹരണമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം ഓപ്ഷൻ ഡി 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. രണ്ടാമത്തത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. മൂന്നാമത്തത് ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. അടുത്തത്, അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവനകൾ: ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നത് ഇതിൻ്റെ ലക്ഷ്യമാണ്. അടുത്തത്, ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അടുത്തത്, ഇ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൾ ഓഫ് ദി എബോവ്. അതായത് 3എണ്ണവും ശരിയാണ്. അക്ഷയ കേന്ദ്രം 3എണ്ണവും ശരിയാണ്. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക, ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം, ഇ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവനകൾ: വിവരാവകാശ കമ്മീഷന് കേന്ദ്ര തലത്തിൽ മാത്രമാണ് രൂപം നൽകിയിട്ടുള്ളത്. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷൻ്റെ അധിപൻ. ആൻസർ ഓപ്ഷൻ എ ആണ്. ഒൺലി 2ഉം 3ഉമാണ്. രണ്ടാമത്തത്, കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷൻ്റെ അധിപൻ എന്നുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവനകൾ: ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാം, ഓൾ ഓഫ് ദി എബോവ്. നെക്സ്റ്റ് വൺ, ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻസ്: സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലോങ്ങേറ്റ.
ആൻസർ സെറിബെല്ലം. സെറിബെല്ലമാണ് ആൻസർ അല്ലേ. സന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ വെള്ളം അടിക്കും, മദ്യം കഴിക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുന്ന രീതി തോന്നുന്നത് മദ്യം വേഗം സെറിബെല്ലത്തെ ബാധിക്കുന്നത് കൊണ്ടാണ്. അതാണ് സന്തുലിതാവസ്ഥ, മീൻസ് ആടിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് വൺ, വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോളറ, ന്യൂമോണിയ, ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു മിനിറ്റ്. സോറി, 35 35 ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഒന്ന് കൺഫ്യൂഷനായി. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈഫോയിഡ്. ടൈഫോയിഡ് എപ്പോഴും പറയാനുള്ളതാണ്. വൈഡലും ടൈഫോയിഡ്. നെക്സ്റ്റ് വൺ, ശരീരത്തിന് ആവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ജീവകങ്ങളും ധാതുക്കളും. ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? ഫസ്റ്റ് വൺ, പ്രാഥമിക ഉറവിടം ഏതാണ്? ആൻസർ കാർബോഹൈഡ്രേറ്റ്. നമ്മൾക്ക് എളുപ്പം ഊർജം കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് വഴിയാണ്. കാർബോഹൈഡ്രേറ്റ്, അന്നജം, ഗ്ലൂക്കോസ് വഴിയാണ് വേഗം കിട്ടുക. നെക്സ്റ്റ് വൺ, ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? പ്രസ്താവന: ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി 1 ഉം 3 ഉം മാത്രമാണ് ശരിയായത്. അതായത് ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. മൂന്നാമത്തെന്ന് പറയുമ്പോൾ ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ഇൻസുലിൻ്റെ കൂടെ വരുന്ന വേറൊരു ഹോർമോൺ നമുക്കറിയാവുന്നതാണ് ഗ്ലൂക്കഗോൺ അല്ലേ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, താഴ്ത്തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, മീഥൈൽ, നൈട്രസ് ഓക്സൈഡ്. ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഓക്സിജൻ അല്ലേ. ഹരിതഗൃഹ വാതകം ഓക്സിജൻ. നെക്സ്റ്റ് വൺ, ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? ജീവകം എ സിറോഫ്താൽമിയ, ജീവകം ഡി റിക്കറ്റ്സ്, B1 പെല്ലാഗ്ര, ജീവകം സി സ്കാർവിയാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, B1 പെല്ലാഗ്ര അല്ലേ. B1 പെല്ലാഗ്ര നമുക്ക് ബെറിയാന്നൊക്കെ അറിയാം. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ. ആൻസർ ഓപ്ഷൻ എ ആണ്, വൈറസ്. നെക്സ്റ്റ് വൺ, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏതാണ്? സുകൃതം, സ്നേഹസ്പർശം, താലോലം, ആർദ്രം. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രൂപകൽപ്പന ചെയ്ത പദ്ധതി ഏതാണ്? ആൻസർ ഗോസ് ടു ഏതാണ്? ആർദ്രം. നെക്സ്റ്റ്, ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ശേഷം വലത്തോട്ട് ലംബമായി തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിൽ എത്തുന്നു. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 5 കിലോമീറ്റർ. നെക്സ്റ്റ് വൺ, ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1 ഉം 2 ആണ്. 1 പറയുമ്പോൾ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം നിർവീര്യമാക്കുന്നു. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത സമയങ്ങളിൽ ആയിരിക്കും. അടുത്തത്, പവറിൻ്റെ യൂണിറ്റ്
അല്ലാത്തത് ഏതാണ്? കിലോ വാട്ട് അവർ, വാട്ട്, ജൂൾ പെർ സെക്കൻഡ്, ഹോഴ്സ് പവർ. പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഇവിടെ കിലോ വാട്ട് അവർ. ഓപ്ഷൻ എ ആണ് ആൻസർ. നാസ ഗോസ് GOES ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം എന്താണ്? ഓപ്ഷൻസ്: പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണം. ഓപ്ഷൻ ബി, ധ്രുവപ്രദേശങ്ങളുടെ പര്യവേഷണം. നെക്സ്റ്റ്, ഭൂമിയുടെ കിഴക്കൻ അർദ്ധഗോളങ്ങളിലെ വാർത്താവിനിമയം. ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ എ ആണ്. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണമാണ് നാസ ഗോസ് ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം? ബ്രഹ്മപുരം, കോഴിക്കോട്, കായംകുളം. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. ദാറ്റ് മീൻസ് ബ്രഹ്മപുരം ആൻഡ് കോഴിക്കോടാണ് ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ. ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങളാണ് ബ്രഹ്മപുരം ആൻഡ് കോഴിക്കോട്. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്? ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണ്? നിക്കൽ, ആൻറ്റിമണി, പലേഡിയം, ബെറീലിയം. ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻറ്റിമണി. ആൻറ്റിമണി ബാബിറ്റ് മെറ്റലാണ്. ആൻറ്റിമണി ബാബിറ്റ് മെറ്റൽ, ആൻറ്റിമണി. റിഗർ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? നൈട്രിക് ഓക്സൈഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് അസിറ്റിക് ആസിഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്. നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് റീഗൽ വാട്ടർ. റീഗൽ വാട്ടർ എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർന്നാണ് N+H ആണ് റീഗൽ വാട്ടർ. നെക്സ്റ്റ്, സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ലിഥിയം, ടങ്സ്റ്റൺ, ഗാലിയം, ഓസ്മിയം. ആൻസർ ഓപ്ഷൻ ഡി ഓസ്മിയം. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയം. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് സ്ഥാപിതമായത് എവിടെ? ചെന്നൈ, അഹമ്മദാബാദ്, ഹൈദരാബാദ്, പൂനെ. ആൻസർ ഓപ്ഷൻ സി ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് ഹൈദരാബാദ് ഹബ്. ലോകശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 12, ജനുവരി 27, മാർച്ച് 7, നവംബർ 10. ലോകശാസ്ത്ര ദിനം നവംബർ 10. നെക്സ്റ്റ്, കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി, MB പോള്, കുട്ടിക്കൃഷ്ണ മാരാർ, കേസരി A ബാലകൃഷ്ണപിള്ള. ആൻസർ ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരി. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. നെക്സ്റ്റ് വൺ, കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. കുഴിവെട്ട് മൂടുക വേദനകൾ ഇല്ലാതെ ചെയ്യുക, അല്ലേ? വേദന നമുക്കെല്ലാം ശമിപ്പിക്കുക. കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. കുതിക്കുക, ശക്തിയിലേക്ക് കുതിക്കുക. വേദനകളൊക്കെ മറന്നിട്ട് നമ്മൾ പിന്നെയും എല്ലാം മറന്ന് നമ്മൾ പുതിയതിലേക്ക് കടക്കുക കേട്ടോ. ശക്തി ഓർജിച്ച് പുതിയതിലേക്ക് കടക്കുക. നമുക്ക് വേണ്ടത് അത് തന്നെയല്ലേ? ഈ വരികൾ ആരെഴുതിയതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇടശ്ശേരി. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? ഷബീർ അലി, സുനിൽ ഛേത്രി, ബൈജിംഗ് ഭൂട്ടിയ, IM വിജയൻ. ആൻസർ ഓപ്ഷൻ ബി സുനിൽ ഛേത്രി. നെക്സ്റ്റ് വൺ, ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? കുന്തലത, ശാരദ, ഇന്ദുലേഖ, മീനാക്ഷി. ആൻസർ ഓപ്ഷൻ സി ഇന്ദുലേഖ.
നെക്സ്റ്റ് വൺ 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? പി വത്സല, എസ് കെ വസന്തൻ, സക്കറിയ സേതു. ആൻസർ ഓപ്ഷൻ ബി എസ് കെ വസന്തൻ. 2023 എസ് കെ വസന്തൻ. നെക്സ്റ്റ് വൺ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ഇതാരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായർ. മട്ടന്നൂർ ശിവശങ്കരൻകുട്ടി ഒഴുക്കിനങ്ങ് വായിച്ചു. മട്ടന്നൂർ ശിവശങ്കരൻകുട്ടി താഴെ പറയുന്നവരിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൃദംഗം, മദ്ദളം, തബല, ഒന്നും കൂടി ചെണ്ട. ഏത് വാദ്യോപകരണം? മൃദംഗം, മദ്ദളം, തബല, ചെണ്ട. ആൻസർ ഗോസ് ടു ചെണ്ടയാണ്. ചെണ്ടയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് ചെണ്ട. നെക്സ്റ്റ്, ഇനി പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? വോളറ്റൈൽ മെമ്മറി. റോം, ക്യാഷ് മെമ്മറി. റോം, റാം ഉണ്ട്, ഇത് ഈ റാമും അല്ലേ, ഈ റാമും ഈ റോമുമാണ് അല്ലേ. ശരി, ക്യാഷ് മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ആൻസർ ഓപ്ഷൻ എ ആണ് റാം. നെക്സ്റ്റ്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സംഖ്യാ ഡേറ്റയും കണക്ക് കൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. സംഖ്യാ ഡേറ്റയും കണക്ക് കൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത്, സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിൻ്റെ പുതിയ പേര്. ഫേസ്ബുക്കിൻ്റെ പുതിയ പേരെന്താണ്? മെറ്റ. മൊബൈലിൽ ഇപ്പോൾ കാണാമല്ലോ, മെറ്റ. നെക്സ്റ്റ്, ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡേറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? ആൻസർ ഗോസ് ടു ഓപ്ഷൻ ഡി ആണ് റൂട്ടറാണ് അല്ലേ. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് എനിക്കില്ല കേട്ടോ, ഫേസ്ബുക്കേ ഇല്ല, ഞാൻ കളഞ്ഞു. ഉണ്ടെങ്കിലല്ലേ നോക്കാൻ പോവുള്ളൂ. അപ്പോൾ ഞാനത് മൊബൈലിൽ നിന്നേ കളഞ്ഞിട്ടുണ്ട്, അവ എനിക്ക് വേണ്ട. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല ഫേസ്ബുക്ക്. മോശമായിട്ടൊന്നും അല്ല, മോശം നല്ലതായിരിക്കും, എനിക്ക് എന്തോ എൻ്റെ സമയം കളയില്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് വെച്ചു. നെക്സ്റ്റ് വൺ. ഓക്കെ, നമ്മുടെ സമയം ഒരുപാട് അതിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം എന്താണോ നമുക്ക് വേണ്ടത് അവിടെ തന്നെ കൂടുതലായിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നും നമ്മളെ പിടിച്ചു വലിക്കാൻ വരരുത്. ഓക്കെ, അതാണ് വേണ്ടത്. സോ നെക്സ്റ്റ് വൺ. ഏത് മാൽവെയറാണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഏത് മാൽവെയറാണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് റാൻസം വെയർ. ഓപ്ഷൻ ബി റാൻസം വെയർ. കമ്പ്യൂട്ടറിൻ്റെ ആണ് ഇതെല്ലാം. നെക്സ്റ്റ് വൺ. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? പ്രസ്താവനകൾ: മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ്. വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർതൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. സഹോദരിക്ക് സഹോദരനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഒന്നാമത്തതാണ് അല്ലേ. മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ. സിമ്പിൾ. ആൻസർ ഓപ്ഷൻ എ ആണ് 93. നെക്സ്റ്റ് വൺ. ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. നെക്സ്റ്റ് വൺ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കെതിരെയുള്ള പിഴ എത്രയാണ്? ഓപ്ഷൻ എ 10 ലക്ഷം രൂപ വരെ. നെക്സ്റ്റ് വൺ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ട സമയപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 48 മണിക്കൂർ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ.
വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം. വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം ഏതാണ്? ആൻസർ ഗാർഹിക പീഡന നിയമം. നെക്സ്റ്റ് വൺ, എക്സിൻ്റെ 15% എന്നത് വൈയുടെ 20%-ന് തുല്യമായാൽ x/y എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 4:3. അടുത്തത്, ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും? ആൻസർ ഓപ്ഷൻ ഡി 45. നെക്സ്റ്റ് വൺ, 4701 ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗം ആകുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് 60. അടുത്തത്, 4x5 + 14 + 8 -36 / 9 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 38. 1 മുതൽ 50 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1275. നെക്സ്റ്റ് വൺ, 15 പോസ്റ്റ് കാർഡിൻ്റെ വില 2.25 രൂപ ആണെങ്കിൽ 36 പോസ്റ്റ് കാർഡിൻ്റെ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 5.4. നെക്സ്റ്റ് വൺ, 1.7 × 0.0028 / 0.068 × 0.014. ആൻസർ ഗോസ് ടു ഓപ്ഷൻ ബി ആണ് 5. വിട്ട ഭാഗം പൂരിപ്പിക്കുക. AYIN BWLM DUOL ഡാഷ് അല്ലേ? അതിൽ UWY അങ്ങനത്തെ ഓർഡറിലാണ്, അക്ഷരത്തിൻ്റെ ഓർഡർ നോക്കി എഴുതിയാൽ മതി അല്ലേ? ആൻസർ ഓപ്ഷൻ എ ആണ് GSRK, ഓപ്ഷൻ എ. ഒറ്റയാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 8. നെക്സ്റ്റ് വൺ, 10, 7, 4 എന്ന ശ്രേണിയിലെ 25ാമത്തെ പദം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി -62. മൈനസിലേക്ക് പോകുന്നു, -62. നെക്സ്റ്റ് ഇംഗ്ലീഷിൻ്റെ ആണ്. മിസ്റ്റർ ഗോപാൽ അക്കമ്പനീഡ് ബൈ ഹിസ് 2 മാനേജേഴ്സ് ഡാഷ് ലീവിംഗ് ഫോർ ലണ്ടൻ. ആൻസർ ഓപ്ഷൻ ബി ഈസ്. മിസ്റ്റർ ഗോപാൽ accompanied by his 2 managers is leaving for London. Next one, if you work with confidence you will succeed. Option C, will succeed. Richard refused to accept the free ride because he was dash honorable man. Answer goes to option B, an honorable man. Next one, the registrar of the university said that the students dash earn 85% attendance to be eligible to appear for the examination. The registrar of the university said that the students should earn. Option A, should earn. Next, they hardly remember anything. They hardly remember. Hardly അല്ലേ നോട്ട് വന്നു. ആൻസർ ഓപ്ഷൻ ഡി, do they. As little Albert could not dash his nagging grandmother, he decided to leave home. Answer option B, put up with. If your team dash again, you will be out of the competition. Answer option B, lose again, you will be out of the competition. Pick out the antonym of the word clear from the following. Clear and antonym. Answer murky. The students found the project to be dash because it was very easy. Answer goes to option D, a piece of cake. Next, substitute the underlined phrase with any one of the following words. Hitler believed himself to be all powerful. All powerful
സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ്സ് വേണം. ആൻസർ ഓപ്ഷൻ സി omnipotent. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മകൻ എന്ന പദത്തിൻ്റെ അലിംഗ ബഹുവചനം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി മക്കൾ. നെക്സ്റ്റ്, മലയാളത്തിൻ്റെ എഴുത്ത് രീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക. അതിൻ്റെ ഓപ്ഷൻ, ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇന്ത്യയിലുള്ള ദാരിദ്ര്യവും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പിക്കാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം ഖാദിയല്ലാതെ വേറെ ഒന്നില്ല. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. താഴെ കൊടുത്ത പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 2 മാത്രം ശരിയാണ്, മീൻസ് ഈ 2. നെക്സ്റ്റ് വൺ, നക്ഷത്രം എണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കഷ്ടപ്പെടുക. നക്ഷത്രം എണ്ണിയാണല്ലേ PSC കിട്ടണം, നക്ഷത്രം എണ്ണിയേ പറ്റുള്ളൂ, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, താഴെ കൊടുത്ത വാക്യങ്ങൾ ഓക്കെ അല്ലേ, നന്നായി പഠിക്കണം. അപ്പോൾ താഴെ കഷ്ടപ്പെടണം, കുറേ അധികം കഷ്ടപ്പെടണം, എന്നാലേ കിട്ടും. ഓക്കെ, താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരിയാണ്. 1, ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. 3, ആ മലവെള്ളം കുറേ ദിവസം നിന്നു. ശരിയായ പ്രസ്താവന മലയാളം. നെക്സ്റ്റ്, ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ചിത് പ്ലസ് മയം. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. ദി ആൻസർ ഗോസ് ടു ഓപ്ഷൻ എ ആണ്. അർത്ഥവിരാമം രോധിനി എന്ന് പറയാം. അപൂർണ വിരാമം ഭിത്തിക. പൂർണ്ണവിരാമം ബിന്ദു. അല്പവിരാമം അങ്കുശം. അർത്ഥവിരാമം രോധിനി, അപൂർണവിരാമം ഭിത്തിക, പൂർണ്ണവിരാമം ബിന്ദു, അല്പവിരാമം അങ്കുശം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ദന്തഗോപുരം. തീരുമാനമെടുക്കാൻ പറ്റാത്ത സ്ഥലം എന്നുള്ളതാണ് തെറ്റായ ജോഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നമുക്കൂടെ കൂട്ടത്തിൽ ചേരാത്തത് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി ആണ്. താരം, താരകം. നെക്സ്റ്റ്, മഞ്ഞുതൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തുക. ആൻസർ മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൊക്കെ. താങ്ക് യു.